അപ്പൊ അത് കഴിഞ്ഞൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും ഒരുങ്ങും. ഞാൻ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എല്ലാവരോടും പോയി പേഴ്സണലി ഡിസ്കഷൻ പറഞ്ഞു. ഞാൻ ഈ ഷൈജു ചേട്ടനോട് പറഞ്ഞു, ഷൈജു ചേട്ടാ ഭാര്യയും ഭർത്താവാണ്, കൃഷ്ണപ്രഭയാണ്. അപ്പൊ നിങ്ങൾ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്ന ഈ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നിങ്ങളൊരു ഫോട്ടോയ്ക്ക് ഇത് വരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു വെപ്രാളം വേണം. മീശ ഒഴിക്കണം, മറ്റേ പെണ്ണെടുക്കണം. അപ്പൊ അത് ഷൈജോടി വന്നു. അവർ രണ്ടുപേരും കൂടി ഒരു പ്ലേ. ഇനി ആ സീൻ OTT-ലൊക്കെ വരുമ്പോ ഒന്ന് കണ്ടാൽ മതി. ഞാൻ മണിയമ്മളുടെ രാജ്യം ചേട്ടാ വർക്ക്ഷോപ്പ് പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് ഒരു ഫോൺ എടുത്തിട്ട് ചേട്ടാ ഞാൻ പിന്നെ വിളിക്കാടേ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്ന പരിപാടി പിടിച്ചോ. അപ്പുറത്ത് ലാലേട്ടന്റെ മോളായിട്ട് അമൃത എന്ന് പറഞ്ഞ പെൺകുട്ടി ഇരുന്നു. അപ്പൊ അമൃതയുടെ മടിയില് എന്റെ മോനാണ് ഇരിക്കുന്നത്. ഇവനായി അവിടെ ഞങ്ങൾ ഇർഷാദൊക്കെയുണ്ട്. ഇർഷാദൊക്കെയാണ് ഈ പൈസ നോക്കിയിട്ട് പാസ് ചെയ്ത് പോകേണ്ടത്. അപ്പൊ ടിജോ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ ടിജോയോട് പറഞ്ഞു, ടിജോയിലേക്ക് എത്തും, ടിജോ അപ്പുറത്തേക്ക് കൊടുക്കണം. പിന്നെ രതീഷ് കുമാർ എന്ന് പറഞ്ഞാൽ, രതീഷ് കുമാർ കണ്ടാൽ പുള്ളി ഇൻസേർട്ട് ചെയ്താണ് നടക്കുന്നത് എപ്പോഴും. എല്ലാ സീക്വൻസിലും പുള്ളി ഒരു ടാക്സി ഡ്രൈവർ ആണെങ്കിലും പുള്ളി ഒരു അഭിമാനിയാണ്. ഇർഷാദൊക്കെ ടിജോയ്ക്ക് കൊടുത്തു, ടിജോ അത് രതീഷിന് കൊടുത്തു, രതീഷ് അത് ലാലേട്ടന് കൊടുത്തു, ലാലേട്ടൻ അത് എബിൻ ബിനോയ്ക്ക് കൊടുക്കണം, ഇപ്പുറത്തേക്ക് കൊടുക്കാം. അപ്പൊ എബിൻ ബിനോയ് എടുത്ത് നേരെ പോക്കറ്റിലേക്ക് ഇടും. അപ്പൊ ലാലേട്ടൻ പറയാണ് നിനക്കല്ല, ഇപ്പുറത്ത് മകൻ. അപ്പൊ ഞാൻ ലാലേട്ടന് പറഞ്ഞു, ലാലേട്ട ഒന്ന് അവന്റെ മുടിയൊന്ന് ഫോട്ടോ എടുക്കുമ്പോ അവന്റെ മുടിയൊന്ന് വകച്ചു കൊടുത്തത്. അപ്പൊ ലാലേട്ടൻ വെറുതെ ഭയങ്കര സിമ്പിളായിട്ട് ശോഭന, ഞാൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ശോഭന മാമിന്റെ മുടി ബാക്കിലോട്ടായിരിക്കും, ഒന്ന് പിടിച്ച് ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുത്തേക്ക്. അതെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒറ്റ സീക്വൻസിൽ നടന്നപ്പോഴാണ് ഈ ലൈഫ് ഉണ്ടായത്.